നമ്മളിനി നോക്കാൻ പോകുന്നത് LBA ആണ്. LBA എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീനിയർ ബൗണ്ടഡ് ഓട്ടോമാറ്റ ആണ്. നമ്മൾ നേരത്തെ പുഷ് ഡൗൺ ഓട്ടോമാറ്റ 4th മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. പുഷ് ഡൗൺ ഓട്ടോമാറ്റയെക്കാളും പവർഫുള്ളാണ് LBA. പിന്നെ ഈ LBA നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫൈനൈറ്റ് നമ്പേഴ്സ് ആയിരിക്കും ഇതിനകത്തുള്ളത്. അത് മാത്രമല്ല ലാസ്റ്റിലും ഫസ്റ്റിലും മാർക്കേഴ്സ് ഉണ്ട്. അതായത് എൻഡ് മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് മാർക്കറും റൈറ്റ് ഹാൻഡ് മാർക്കറും ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ LBAയുടെ ഒരു മോഡൽ. ഈ മോഡൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ ടേപ്പിനകത്ത് N സെൽസ് ആയിരിക്കും ഉള്ളത്. N സെൽസിനകത്ത് ലാസ്റ്റും ഫസ്റ്റിലെയും കിടക്കുന്നത് ലാസ്റ്റിലെയും ഫസ്റ്റിലെയും കൊടുത്തിരിക്കുന്നത് N മാർക്കേഴ്സാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ഫൈനൈറ്റ് സ്റ്റേറ്റ് കൺട്രോൾ ഉണ്ട്. അതിൻ്റെ റീഡ് റൈറ്റ് ഹെഡ് ഉണ്ട്. ആ റൈറ്റ് ഹെഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റൈറ്റിലോട്ട് മാത്രമേ മൂവ് ചെയ്യത്തുള്ളൂ. പിന്നെ പിന്നെ ഫൈനൈറ്റ് സ്റ്റേറ്റ് കൺട്രോളിനകത്തുനിന്ന് ഒരു വർക്കിംഗ് ടേപ്പിലോട്ട് ഒരു റീഡ് റൈറ്റ് കൺട്രോൾ ഹെഡ് അങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. ആ വർക്കിംഗ് ടേപ്പിനകത്തും N നമ്പർ ഓഫ് സെൽസ് ആയിരിക്കും ഉള്ളത്. ഈ മോഡൽ പഠിച്ചു വെച്ചേക്കണം. ചിലപ്പോൾ എക്സാമിനകത്ത് LBAയുടെ മോഡൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് ചോദിക്കും. പിന്നെ ഇനി നമ്മൾ നോക്കുന്നത് LBAയുടെ ഫോർമൽ ഡെഫിനേഷനാണ്. LBA നമ്മൾ 8 ടപ്പിൾ യൂസ് ചെയ്തിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. LBAയുടെ M = Q, സിഗ്മ, ടോ, ഡെല്ല്, Q0, L, R, F. ഈ L എന്ന് പറയുന്നത് ലെഫ്റ്റിലോട്ടുള്ള ഫോളണ്ടിയും R എന്ന് പറയുന്നത് റൈറ്റിലോട്ടുള്ള ഫോളണ്ടിയും കൊടുത്ത് വേണമെങ്കിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഓരോന്നും എന്താണെന്ന് നമുക്കിനി നോക്കാം. Q എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൈറ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആണ്. പിന്നെ ടോ എന്ന് പറയുമ്പോഴത്തേക്ക് ടേപ്പ് ആൽഫബറ്റ് ആണ്. സിഗ്മ എന്ന് പറയുമ്പോഴത്തേക്ക് സെറ്റ് ഓഫ് ഇൻപുട്ട് ആൽഫബറ്റ് ആണ്. Q0 എന്ന് പറയുമ്പോഴത്തേക്ക് ഇനിഷ്യൽ സ്റ്റേറ്റ് ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫോളണ്ടി, ലെഫ്റ്റിലോട്ടുള്ള ഫോളണ്ടി അല്ലെങ്കിൽ L അല്ലെങ്കിൽ ML എന്ന് പറയുന്നത് എന്താണ്, ലെഫ്റ്റ് ഹാൻഡ് മാർക്കറാണ്. പിന്നെ റൈറ്റിലോട്ടുള്ള ഫോളണ്ടി MR എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് മാർക്കറാണ്. പിന്നെ ഡെൽ എന്ന് പറയുന്നത് ട്രാൻസിഷൻ ഫംഗ്ഷനാണ്. പിന്നെ F എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഫൈനൽ സ്റ്റേറ്റ്സ് ആണ് F. നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഡിസൈൻ LBA വിച്ച് അക്സെപ്റ്റ് A⁻n B⁻n n greater than 0. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. നമ്മളൊരു LBA ഡിസൈൻ ചെയ്യണം. അത് A⁻n B⁻n എന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു LBA ക്രിയേറ്റ് ചെയ്യണം. വേർ n greater than 0 വരുന്ന കണ്ടീഷനിൽ. അപ്പം നമ്മൾ ഫസ്റ്റിൽ എന്നിനൊരു വാല്യൂ എടുക്കും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് എന്നിന് 2 എന്ന് പറയുന്നൊരു വാല്യൂ ആണ്. എന്നിന് 2 വരുമ്പോഴത്തേക്ക് A⁻2 B⁻2 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മുടെ ടേപ്പിനകത്ത് ഇതേപോലെ വരും. രണ്ട് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് മാർക്കറും റൈറ്റ് ഹാൻഡ് മാർക്കറും കൊടുക്കും. പിന്നെ സെൻറ്ററിലായിട്ട് AABB എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കും. എന്നിട്ട് നമ്മുടെ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ Aനെ X ആയിട്ടും Bനെ Y ആയിട്ടും നമ്മൾ കൺവേർട്ട് ചെയ്യും. ഇനി അപ്പോഴത്തേക്ക് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ടേപ്പ് വെച്ച് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യമേ Aനെ എല്ലാം എടുത്ത് X ആയിട്ട് കൺവേർട്ട് ചെയ്യത്തില്ല. അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൺവേർഷൻ കൊടുക്കത്തില്ല. ആദ്യമേ കിടക്കുന്ന Aനെ നമ്മൾ എന്താ ചെയ്യുക, X ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ റൈറ്റിൽ കിടക്കുന്ന Aനെ നമ്മൾ കൺവേർട്ട് ചെയ്യത്തില്ല. നമ്മുടെ ടേപ്പ് മൂവ് ചെയ്തിട്ട് എവിടെ പോവും, Bയിൽ പോവും. ആദ്യം കിടക്കുന്ന Bയിൽ പോവും. എന്നിട്ട് നമ്മൾ ആ Bനെ എന്ത് ചെയ്യും, Y ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിനുശേഷം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ റൈറ്റിലോട്ട് പോകാതെ തിരിച്ച് നമ്മൾ നേരത്തെ കൺവേർട്ട് ചെയ്ത് വെച്ച Xൽ വരും. Xൽ വന്നതിന് ശേഷം Xൻ്റെ റൈറ്റിൽ കിടക്കുന്ന Aനെ നമ്മൾ എന്ത് ചെയ്യും, ആ Aനെ നമ്മൾ X ആക്കി മാറ്റും. അതിനുശേഷം വീണ്ടും നമ്മൾ എന്താ ചെയ്യുക, കൺവേർട്ട് ചെയ്ത് Yയിലോട്ട് പോകും. Y പോയതിന് ശേഷം Yയുടെ റൈറ്റിൽ കിടക്കുന്ന Bനെ നമ്മൾ വീണ്ടും Y ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിനുശേഷം ഇപ്പം AABB ഉള്ളതായതുകൊണ്ട് അത് ഫുള്ള് കംപ്ലീറ്റ് ആവും. ഇപ്പം 3Aയോ 4Aയോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്താ ചെയ്യുക, ആ രണ്ടാമത് Bനെ നമ്മൾ കൺവേർട്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും നമ്മൾ Aയിൽ പോവും. അതായത് X ആയിട്ട് നമ്മൾ ലാസ്റ്റ് കൺവേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നിടത്ത് പോവും. എന്നിട്ട് അതിൻ്റെ റൈറ്റിൽ കിടക്കുന്ന Aനെ നമ്മൾ X ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് വീണ്ടും ഈ ഒരു സൈക്കിൾ വീണ്ടും പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു രീതിക്കാണ് നമ്മളതിനെ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സംഭവത്തിനെ നമ്മൾ ട്രാൻസിഷൻ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് വരയ്ക്കണം. അപ്പം നമ്മൾ ഫസ്റ്റിൽ Q0 ആണ് നമ്മുടെ സ്റ്റാർട്ടിങ് സ്റ്റേറ്റ്.
Q0യിൽ നമ്മൾ എക്സ്, നമ്മുടെ ഫസ്റ്റ് എലമെൻറ്റ് എക്സ് അല്ലേ, ആ എക്സിനെ നമ്മൾ ഫസ്റ്റ് എലമെൻറ്റ് എ ആണ്, ആ എനെ നമ്മൾ ഫസ്റ്റ് എന്താണ് എക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് A/X, R എന്ന് പറയുന്നത്. അതായത് എനെ എക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ റൈറ്റിലോട്ട് മൂവ് ചെയ്യണം. മൂവ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് അടുത്ത സ്റ്റേറ്റിലോട്ട് നമ്മൾ പോവും Q1. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന എന്താണ് എ കഴിഞ്ഞിട്ട് വീണ്ടും എ ആണ് കിടക്കുന്നത്. അപ്പം ഒരു ചേഞ്ചും വരത്തില്ല. അപ്പം A/A, R ചേഞ്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് A/A, R എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അടുത്തത് നമ്മൾ ബി വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ബീനെ നമ്മൾ വൈ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അടുത്തൊരു സ്റ്റേറ്റിലോട്ട് ആരോ കൊടുത്തിട്ട് B/Y ലെഫ്റ്റ്, അതായത് നമ്മൾ ബീനെ വൈ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എങ്ങോട്ട് പോകണം, ലെഫ്റ്റിലോട്ട് പോകണം. അതിനാണ് എല്ല് കൊടുത്തിരിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ Q2 എന്ന് പറയുന്ന സ്റ്റേറ്റിലെത്തും. Q2ൽ നമ്മൾ B/Yയുടെ നമ്മുടെ Q2നകത്ത് ഇപ്പോൾ നിൽക്കുകയാണ്. അപ്പോൾ Q2ൽ നമ്മൾ ലെഫ്റ്റിലോട്ട്, അതായത് ബീനെ നമ്മൾ വൈ ആയിട്ട് ചേഞ്ച് ചെയ്തതിന് ശേഷം ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുമ്പം എ ആണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ എക്ക് നമ്മളൊരു ചേഞ്ച് വരത്തില്ല. അതുകൊണ്ടാണ് A/A, ലെഫ്റ്റ്. A/A എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്ക് ചേഞ്ച് ഒന്നും വരുത്താതെ നമ്മൾ വീണ്ടും ലെഫ്റ്റിലോട്ട് പോകും. ലെഫ്റ്റിലോട്ട് നമ്മൾ എവിടെയാണ് പോകുന്നത്, X/X വരുന്നിടത്ത് പോകും. X/X വരുന്നിടത്ത് പോകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, റൈറ്റിലോട്ട് പോകും. അതിനാണ് നമ്മൾ വീണ്ടും Q0യിൽ പോകുന്നത്. റൈറ്റിലോട്ട് പോകും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും A/Xനെ ചേഞ്ച് ചെയ്ത് R ആവും. R ആയതിനു ശേഷം Y/Y വരുമല്ലോ, അതായത് നമ്മൾ നേരത്തെ ചേഞ്ച് ചെയ്ത Y വരുമല്ലോ. ആ Y വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, റൈറ്റിലോട്ട് മൂവ് ചെയ്യും. റൈറ്റിലോട്ട് മൂവ് ചെയ്തിട്ട് വീണ്ടും അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ബീനെ നമ്മൾ Y ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും. ഈ ഒരു ലൂപ്പ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം നമ്മൾ വേറൊരു സ്റ്റേറ്റ് Q3 എന്ന് പറയുന്നൊരു സ്റ്റേറ്റ് കൊടുത്തിട്ട് ഇപ്പോൾ X/Xൻ്റെ കണ്ടീഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി Y/Yയുടെ കണ്ടീഷൻ നമ്മൾ ഒന്നുകൂടി എടുത്തെഴുതണം. അതിന് വേണ്ടിയിട്ട് Q0യിൽ നിന്ന് Y3യിലോട്ട് Y/Y വന്നു കഴിഞ്ഞാൽ റൈറ്റിലോട്ട് പോകാൻ പറഞ്ഞിട്ട് ഒരെണ്ണം കൊടുക്കണം. എന്നിട്ട് Q3ക്ക് സെൽഫ് ലൂപ്പ് കൊടുക്കണം. Y/Y വീണ്ടും വരുവാണെങ്കിൽ Rലോട്ട് പോകാൻ വേണ്ടിയിട്ട്, അതായത് എൻഡ് ചെയ്യണ്ടേ. നമ്മൾ ചിലപ്പോൾ ലാസ്റ്റ് എത്തിയെന്നറിയാതെ ലെഫ്റ്റ് പോയിട്ട് വീണ്ടും അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. എന്നിട്ട് Y/Y കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് വീണ്ടും റൈറ്റിലോട്ട് മൂവ് ചെയ്യാൻ പറയും. അതിനുശേഷം നമ്മുടെ എൻഡ് മാർക്കർ കാണുന്ന സ്റ്റേറ്റ് ഉണ്ടല്ലോ, എൻ മാർക്കർ കാണുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യണം എന്ന് പറയണം. എൻഡ് മാർക്കറിൽ പോയി നമ്മൾ നിൽക്കേണ്ട, എൻഡ് മാർക്കറിൻ്റെ തൊട്ട് മുന്നത്തേൽ വന്നാണ് നമ്മൾ നിൽക്കേണ്ടത്. അപ്പം നമ്മളെന്ത് ചെയ്യുക, :T/T, L എന്നും പറഞ്ഞിട്ട് നമ്മുടെ എൻ സ്റ്റേറ്റ് ആയിട്ട് മറ്റൊരു സ്റ്റേറ്റ് Q4 ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ വന്ന് നിൽക്കണം. ഞാൻ ഒന്നുകൂടെ പറയാം. Q0യിൽ ഇരിക്കുന്ന സമയത്ത് ആദ്യത്തെ എനെ നമ്മൾ X ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് റൈറ്റിലോട്ട് മൂവ് ചെയ്യും Q1. അപ്പോഴത്തേക്ക് നമുക്ക് Q1 ആവും. അതിനുശേഷം വീണ്ടും അടുത്തിരിക്കുന്ന എയിൽ നമ്മളൊരു ചേഞ്ച് വരുത്താതെ വീണ്ടും റൈറ്റിലോട്ട് മൂവ് ചെയ്യും. അത് സെൽഫ് ലൂപ്പിൽ വരും. പിന്നെ ബീനെ നമ്മൾ Y ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും. അത് Q2 ആയിട്ട് വരും. അതിനുശേഷം നമ്മൾ A/A അതിൻ്റെ തൊട്ട് ലെഫ്റ്റിൽ കിടക്കുന്നത് ചേഞ്ച് ചെയ്യാതെ ലെഫ്റ്റിലോട്ട് വീണ്ടും പോകും. അതിന് സെൽഫ് ലൂപ്പ് കൊടുക്കും. എന്നിട്ട് X/X വരുമ്പോൾ നമ്മൾ റൈറ്റിലോട്ട് മൂവ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേറ്റിലോട്ട് ആരോ ഓടിച്ചിട്ട് അത് മാർക്ക് ചെയ്യും. അതിനുശേഷം വീണ്ടും അവിടെ ഒരു ലൂപ്പ് വർക്ക് ചെയ്യും. A/X തൊട്ടടുത്ത് കിടക്കുന്ന എനെ നമ്മൾ എന്തായും X ആയിട്ട് കൺവേർട്ട് ചെയ്യും. പിന്നെ വീണ്ടും എ വരുവാണെങ്കിൽ റൈറ്റിലോട്ട് മൂവ് ചെയ്യും. വീണ്ടും അടുത്ത Y ആണ് വരുന്നതെങ്കിൽ നമ്മൾ Y/Yക്ക് ഒരു ചേഞ്ചും വരുത്താതെ Y/Y, R കൊടുക്കും. എന്നിട്ട് ആ ഒരു ലൂപ്പ് അവിടെ വർക്ക് ചെയ്യും. അതിനുശേഷം നമ്മൾ എൻ മാർക്കറിൽ എൻഡ് ആയോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് Q0യിൽ നിന്ന് Y/Y വരുമ്പോഴത്തേക്ക് റൈറ്റിലോട്ട് മൂവ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും. Q3 എന്ന് പറയുന്നൊരു സ്റ്റേറ്റിലോട്ട് കൊടുക്കും. അതിനുശേഷം സെൽഫ് ലൂപ്പ് Y/Y വരുമ്പോഴത്തേക്ക് സെൽഫ് ലൂപ്പ് വീണ്ടും കൊടുത്ത് റൈറ്റിലോട്ട് മൂവ് ചെയ്യാൻ നമ്മൾ പറയും. അതിനുശേഷം എൻഡ് മാർക്കർ വരുന്ന സമയത്ത് എൻഡ് മാർക്കറിൻ്റെ തൊട്ട് മുന്നത്തെ സ്റ്റേറ്റിൽ വന്ന് നിൽക്കണം. അതിന് വേണ്ടിയിട്ട് എൻഡ് മാർക്കർ ലെഫ്റ്റ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ് Q4ൽ വന്ന് നിൽക്കണം. ഇങ്ങനെയാണ് നമ്മൾ ഒരു LBA ഡിസൈൻ ചെയ്യുന്നത്.